ഹലോ കൂട്ടുകാരെ, വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാനൊരു വിശേഷമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ എന്നും ഒരുവിധം എന്റെ സർവീസ് മുഴുവൻ മെഡിക്കൽ കോളേജിലായിരുന്നു. എന്നാലും ഇടയ്ക്ക് നമുക്കൊക്കെ ഒന്ന് മാറിപ്പോണ്ടി വരും. കാരണം എന്നും മെഡിക്കൽ കോളേജിൽ മേഴ്സിക്ക് കൊടുക്കണം അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ എനിക്ക് ചേഞ്ച് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം കിട്ടിയത് മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ നിന്ന് വന്നൊരു പുതിയ ലോകമാണ്. പോകുമ്പോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം പടിഞ്ഞാറ് കോട്ട എന്ന് പറയുമ്പോ തന്നെ ഞങ്ങൾക്ക് ചെറുപ്പകാലത്ത് ഭയങ്കര പേടിയാണ്. ഞങ്ങൾ കിഴക്കേ കോട്ടയം താമസിക്കുന്നവര്. അപ്പൊ പടിഞ്ഞാറ് കോട്ടയം എന്ന് പറയുന്നത് ഞങ്ങൾ മെന്റൽ ഹോസ്പിറ്റലാണ് അതിന് എപ്പോഴും പറയാം. അപ്പൊ അങ്ങനെ അവിടേക്കാണ് ഡ്യൂട്ടിക്ക് പോണത്. അവിടെ ചെന്ന് ജോയിൻ ചെയ്യാൻ പോയപ്പം ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഇവര് പലർക്കും വസ്ത്രമില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ നമുക്കിങ്ങനെ അവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഇവർക്ക് ഷേവ് ചെയ്യലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാലും കൂടി ഇവരൊരു പ്രത്യേക രൂപമാണ്. അപ്പൊ നമ്മൾക്ക് ആദ്യം പെട്ടെന്ന് കാണുമ്പോ ഒരു വിഷമമാണ്. പിന്നെ നമ്മൾ അതിനോട് അഡ്ജസ്റ്റഡ് ആവും. പിന്നെ അങ്ങനെ ഡ്യൂട്ടി എടുത്തോണ്ടിരിക്കുമ്പോ കുറെ ചെറുപ്പച്ചക്കന്മാരും പെൺകുട്ടികളും അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അവര് സെല്ലിൽ കിടക്കുന്നവരെയാണ് ഞാനിപ്പോ പ്രത്യേകിച്ച് പറയുന്നത്. ആ ജീവിതം എന്ന് പറഞ്ഞാല് ഒരു ലോകം അവർക്കില്ല. അവര് ഇങ്ങനെ വിവസ്ത്രരാണ്. അവർക്ക് ഒരു പായ പോലും കൊടുക്കില്ല ആ സെല്ലിന്റെ ഉള്ളില്. അതെന്താന്ന് വെച്ചാൽ അവർക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെയാണ് ഈ സെല്ലിന് ഇങ്ങനെ പിന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനെയുള്ളവരെയാണല്ലോ ഇടുക. നമ്മൾ മെഡിസിൻ കൊടുക്കാൻ പോകുമ്പോഴൊക്കെ നമ്മുടെ മേത്തേക്ക് യൂറിനും മോഷനൊക്കെ എറിയവര്. അതൊന്നല്ല കേട്ടോ ബുദ്ധിമുട്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുക, ഭയങ്കര മഴയൊക്കെ പെയ്യുമ്പോ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇരിക്കുകയാണല്ലോ. അപ്പൊ ഇവർക്കാണെങ്കിൽ വസ്ത്രമില്ല, ഒരു പായില്ല, ഒരു പുതപ്പില്ല, ഒന്നുമില്ല. തുറന്നൊരു സെല്ലാണ്, ഒരു ഗ്രില്ലിട്ട ഒരു ഇങ്ങനെ ഇട്ട സെല്ലാണ്. അതിലിങ്ങനെ തണുത്ത് പറിച്ച് കിടക്കും. അപ്പൊ ഞാൻ വിചാരിക്കും അവരും മനുഷ്യരാണ്. നമ്മള് ജീവിക്കുന്ന പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് അവരല്ലേ. പക്ഷെ അവരുടെ ജീവിതം എത്ര ചെറുപ്പത്തിലാണ് അവരങ്ങനെ ആയിത്തീർന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കും. അതുപോലെ ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോ നമുക്ക് പേടിയായി. പഴം ഇതൊക്കെ ഒരിക്കൽ എന്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പേഷ്യന്റ് കണ്ട് വല്ലാതെ കണ്ട് കടിച്ചെടുത്തു പഴം. എന്നിട്ട് അങ്ങോട്ട് വിഴുങ്ങി. ഭയങ്കര പ്രയാസമായി. പിന്നെ അത് രക്ഷപ്പെട്ടു. അങ്ങനെ നമുക്ക് അങ്ങോട്ട് ഓടി ചെല്ലാനും പറ്റില്ല. ഈ ഗ്രില്ലൊക്കെ പിന്നെ നമ്മുടെ നഴ്സിംഗ് അസിസ്റ്റന്റിനെ വിളിച്ച് തുറന്ന് പിടിച്ച് വേണം അതിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കടക്കാനും പേടിയാണ്. ഇവരെ ആണുങ്ങളെയൊക്കെ കൊണ്ടുവേണം അതിന്റെ ഉള്ളിൽ കടക്കാൻ. 2-3 നാളൊക്കെ കൂടിയാണ് അവർ കയറി. ഇവർക്ക് ഭയങ്കര അക്രമാസക്തരാണ് ഇവര്. അപ്പോ നമ്മുടെ ഇടയിൽ അങ്ങനെ കുറെ ആൾക്കാർ ജീവിക്കണ്ടേ. അപ്പൊ അല്ല ഞാൻ പറയാണ്, നമുക്ക് അങ്ങനെ വരില്ലാന്നോ അല്ലെങ്കിൽ നമ്മളെല്ലാം തികഞ്ഞവരാണെന്നോ ഇങ്ങനെ ഒരു കൂട്ടരുണ്ടെന്ന് പറയാണ്. ഞാൻ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾ ഇപ്പൊ ഈ ഒരു നേഴ്സ് ആയതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ കാണാൻ പറ്റി എന്ന് പറയാം എന്റെ ജീവിതത്തില്. അപ്പൊ അവർക്ക് അപ്പനമ്മയുണ്ട്, വീട്ടുകാരുണ്ടൊക്കെ ഉണ്ട്. ആരും വരില്ല. കാരണം അവര് തോറ്റിട്ട് കൊണ്ടുവന്നാക്കണതാണ് അവിടെ കൊണ്ടുവന്നാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മാറുന്നൊരു കാലം. ഞാനിപ്പോ അവിടെ ഒരു 2-3 കൊല്ലം വർക്ക് ചെയ്തിട്ട് ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോകണവര് ചുരുക്കണം. ആരും കൊണ്ടുപോയില്ല. അതുപോലെ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം, അവിടെ നമ്മള് ജയിലിലിടില്ല അവർക്ക് ഈ മെന്റൽ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഇവരെ കൊണ്ടുപോയി ഇടുന്ന ഒരു സെല്ലുകളുണ്ട് അവിടെ. അപ്പൊ അവിടെ പോലീസുകാരൊക്കെ കാവലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിലൊരു ആള് ഒരു 19 വയസ്സായി അയാൾക്ക്. പക്ഷെ അയാളുടെ കുറ്റം എന്താന്ന് വെച്ചാല് സ്വന്തം കുഞ്ഞിനെ വട്ടകയുടെ അടിയില് വെച്ചിട്ട് അയാൾക്ക് എറിയുന്നു. ഭാര്യ അലക്ക് എന്തോ ചെയ്യണ സമയത്ത് ഭാര്യയോടുള്ള സംശയം ആ കുട്ടി അവന്റെ അല്ലാന്ന് തോന്നിയിട്ട് ചെയ്ത പണിയാണ്. എന്നിട്ട് ഇപ്പൊ അതിന്റെ ശിക്ഷാകാലാവധി ഒക്കെ കഴിഞ്ഞു. ആരും കൊണ്ടുപോയില്ല ആളിപ്പോ അവിടെ പണിയൊക്കെ എടുത്ത് നടക്കുന്നുണ്ട്. ഒരു കുഴപ്പമൊന്നുമില്ല. എന്നാലും കാണുമ്പോ നമുക്കൊരു ദേഷ്യമൊക്കെ തോന്നും. അവർ കുഞ്ഞിനെയാണല്ലോ ഇങ്ങനെ ചെയ്തതെന്ന്. അവരുടെ മനസ്സിന്റെ അവസ്ഥയാണ് അത്. സംശയരോഗം.
അങ്ങനെ പലതരം രോഗങ്ങളായിട്ട് കിടക്കണവര്. അപ്പൊ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവങ്ങള് പലതും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ സമയത്താണ് ഒരു ചെറുക്കൻ ഭയങ്കര 2-3 വട്ടം അവൻ സൂയിസൈഡ് ചെയ്യാൻ ഇത് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ഡ്യൂട്ടിയിലാണ് ഒരു സമയത്ത് അവൻ സൂയിസൈഡ് ചെയ്തത്. കാരണം അവന് മരുന്നൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നതാ. പോന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ റിപ്പോർട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ കാവലുണ്ട് അവിടെ. ഇവ ആ ജനലുമ്മ ഒരു തോർത്ത് കെട്ടിയിട്ട് അവൻ ആത്മഹത്യ ചെയ്തു. നമ്മളിങ്ങനെ നോക്കി നിക്കണം അവരുടെ മനസ്സിന്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്തപ്പോ ഒന്നുകൂടി പോലീസുകാര് തൊട്ടടുത്തുണ്ട് കേട്ടോ അവരെ വാച്ച് ചെയ്യാനായിട്ട്. അവന് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാ. ആത്മഹത്യ ചെയ്തു. അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ നടക്കണം. നമുക്കും കേസ് നമ്മളാണുള്ളത് കാണുന്നതും നോട്ടിഫൈ ചെയ്യണതും ഇതൊക്കെ. അപ്പൊ നമ്മളതിന്റെ ആരാ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ആള് നടക്കുക. അങ്ങനെ ഞാൻ 2-3 വട്ടം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും പിന്നെ നമ്മുടെ ബേൺസ് വാർഡില് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളാണല്ലോ. നമ്മളവിടെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് നമ്മളാണല്ലോ ഇത് കാണുന്നതും പിടിക്കുന്നതൊക്കെ. അപ്പൊ നമ്മളെ വിളിക്കും കോടതിയിലേക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ കോടതി കാണാത്തവരാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി കോടതി കയറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഞാൻ. അങ്ങനെ ഓരോ അവസ്ഥകൾ. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അവരെയൊക്കെ അപേക്ഷിച്ച് മനുഷ്യരെ എല്ലാവരെ പോലെ നമുക്ക് ജീവിക്കാം. ഭയങ്കര എല്ലാ സൗകര്യങ്ങളും കിട്ടിയില്ലെങ്കിലും സന്തോഷവും ചിരിയും കളിയും തമാശകളും പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടം ജനങ്ങള് ഒരു വിചാരവും ഇല്ലാതെ വെറുതെ അങ്ങനെ ജീവിക്കുക. അത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവരും മനുഷ്യരല്ലേ. ചില ചെറുക്കന്മാർക്ക് 22-25 വയസ്സൊക്കെ ആയിട്ടുള്ള. അപ്പൊ അവര് അത്ര ചെറുപ്പത്തിൽ അവര് രോഗികളായി. ഇനി ഒരിക്കലും അവരെ കൊണ്ടുപോകില്ല. ആ സെല്ലിന്റെ ഉള്ളിലാണ് അവരെ വാസം ആ മരണം വരെ. അപ്പോ നമുക്ക് തന്ന അനുഗ്രഹത്തെ കുറിച്ച് ആലോചിക്കുക. ജീവൻ കളയാൻ വേണ്ടിയിട്ട് ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കളയുന്നവരോട് ഞാൻ പറയാ, നിങ്ങൾ ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലും ഒക്കെ പോയി കാണണം എന്ന് പറയാണ് ഞാൻ. അപ്പൊ ഞാനിന്ന് മെന്റൽ ഹോസ്പിറ്റലിലെ വിശേഷമാണ് പറഞ്ഞത്. എന്റെ വീഡിയോയുടെ ലെങ്ത് കൂടി പോവാണ്. ഞാൻ നിർത്താണ്. അപ്പൊ നന്ദി, നമസ്കാരം. എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക് യു.